ഹായ് വെൽക്കം ടു കൂൾ ഫാക്ട്സ് ആൻഡ് ഫൺ. ഇന്ന് നമ്മൾ സാൻഡ് ഹിൽ ക്രെയിനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന പൊക്കമുള്ള ഭംഗിയുള്ള പക്ഷികളുണ്ടല്ലോ, അവരുടെ പേരാണ് സാൻഡ് ഹിൽ ക്രെയിൻ. അവർ നല്ല ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്ന പക്ഷികളാണ്. ഈ പക്ഷികൾ ഭൂമിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണെന്നാണ് പറയണത്. ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു 2.5 മില്യൺ ഇയേഴ്സ് അത്രയും പഴക്കമുള്ള ആം, അത്രയും ഏജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണെന്നാണ് പറയുന്നത്. ഈ ഇവര് നല്ല ഹൈറ്റാണ്. ഇവർക്ക് നല്ല പൊക്കം, 4 അടി പൊക്കമുണ്ട്. ഇവരങ്ങ് ചിറകങ്ങ് വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 അടി വിങ് സ്പാൻ കാണാം. അത്രയും വീതിയിൽ ഇങ്ങനെ നിൽക്കും. അതിനകത്ത് ഇത് ഇവരെപ്പോഴും ഫാമിലി ആയിട്ടാണ് മിക്കവാറും വരിക. അപ്പം ഇതൊരു ഫാമിലിയാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഈ മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയുന്നത് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഈ ആൺപക്ഷിക്ക് എപ്പോഴും കുറച്ചുകൂടി അവർ ഒരുമിച്ച് കിടക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആൺപക്ഷിക്ക് കുറച്ചുകൂടി പൊക്കം കൂടുതലായിരിക്കും. അതുപോലെ അവർ ഒന്ന് കൂവുമ്പോൾ പെൺപക്ഷി 2 കൂവും. അതുപോലെ തന്നെ വെയിറ്റ് ആണെങ്കിലും ആൺപക്ഷിക്കാണ് ഇച്ചിരി കൂടുതൽ എന്നാണ് പറയുന്നത്. പിന്നെ ഇവരുടെ കുഞ്ഞുങ്ങളെ കണ്ടോ? ഇത് കണ്ടിട്ട് ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങളാണെന്നാണ് തോന്നുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ, സാധാരണ ഇവര് ഒരു തവണ മുട്ടയിടുമ്പോൾ, അതായത് ഒരു നെസ്റ്റിംഗ് സീസണിൽ 2 മുട്ടയാണ് ഇടുക. അപ്പോൾ ഇത് വിരിയുമ്പോൾ അത് ഒരു ഏകദേശം ഒരു മാസത്തോളമൊക്കെ എടുക്കും അത് വിരിയാനായിട്ട്. അത് വിരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നത്തെ ദിവസം തന്നെ ഒരു 5-8 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ ബേബി ചിക്സ് ഉണ്ടല്ലോ, അതിനെ കോൾട്ട് എന്നാണ് പറയണേ, അത് നടക്കാനും തുടങ്ങും. അന്നത്തെ ദിവസം തന്നെ അത് കുളിക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്, അവിടെ കുളിക്കാൻ വന്നതാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇവർ മൈഗ്രേറ്റ് ചെയ്യും. ഇവർ കൂടുതലും നോർത്ത് അമേരിക്കയിൽ, ഇതിപ്പോൾ ഫ്ലോറിഡയിൽ നിന്നാണിത്. ഇവർ നോർത്ത് അമേരിക്കയിലും മെക്സിക്കോയിലൊക്കെ കാണും ഈ പക്ഷികൾ. അവർ ഒരു 5000 മൈൽ വരെ അവർ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഇവരെല്ലാ ധാന്യങ്ങളും അതുപോലെ തന്നെ ഇൻസെക്റ്റിനെയും തവളയും ഒക്കെ കഴിക്കും കേട്ടോ. പിന്നെ ഇവർ നന്നായിട്ട് ഡാൻസ് ചെയ്യും. അത് ഡാൻസ് ചെയ്യണ കാണാനായിട്ട് നല്ല രസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സാൻഡ് ഹിൽ ക്രെയിനിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്.